പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നും ദൈവവചനം പഠിക്കുവാനായി ആഗ്രഹത്തോടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പഠിപ്പിക്കുവാൻ ജോയിൻ ചെയ്ത കർത്താവിന്റെ ദാസനെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ഇതിൽ ജോയിൻ ചെയ്യുന്നവർ, പിന്നീട് ഇത് കേൾക്കുന്നവർക്കെല്ലാം ഈ ക്ലാസ് ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് കർത്താവിന്റെ ദാസനെ ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. സ്തോത്രം സർവ്വസ്നാങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ കർത്താവേ, ഈ സമയത്തായിട്ട് കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ വിശുദ്ധപാദ ഇവിടുത്തെ കർത്താവ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് കടന്നു വരാൻ അവിടുന്ന് കൃപ നൽകിയതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്. സ്തോത്രം. വചനം പഠിപ്പിക്കുന്ന കർത്താവ് ദേവദാസന കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പാ. സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്, വചനത്തിന്റെ മർമ്മങ്ങൾ കർത്താവ് പഠിപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുന്ന കർത്താവ്. ദേവദാസന കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദേവദാസിന്റെ വായിന്ന് വരുന്ന ഓരോ വാക്കുകളും കർത്താവ്. സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് രൂപാന്തരം പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്, ദേവദാസിനെ കൂടുതലായി കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അനേകർക്ക് കർത്താവ്. സ്തോത്ര. അനേകർക്ക് കർത്താവ് രക്ഷയായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ബൈബിൾ സ്റ്റഡിക്കായി കർത്താവ് വഴിയൊരുക്കിയ കർത്താവ് സാജൻ പാസനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പാസനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം. കർത്താവെ, അവർക്ക് അനുഗ്രഹിച്ച് മാനിക്കുന്ന കർത്താവ്. കടന്നു വന്ന ദേവദാസന്മാരെ സർവരും കർത്താവിന്റെ പാദപുരത്തെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിന് കർത്താവ് വലിയ കൃപകളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിത സാന്നിധ്യം കർത്താവ് ആദ്യത്തോടെ അന്ത്യത്തോളം കർത്താവ് തിരുസാന്തി ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായ സ്തോത്രം മാനവമാർത്ത് അവിടെ നടക്കണം. സർവശക്തനായ കർത്താവ് ഈശോന്റെ വിലയേറിയ നാമത്തിൽ അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു ബ്രദർ കർലോൾ ഫെർണാണ്ടസ്. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ ഡോക്ടർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും, വിശിഷ്യ പാസ്റ്റർ ലാലു ജേക്കബ്, ഷാജി പാസ്റ്റർ ഇസ് നോട്ട് ഹിയർ, ബട്ട് എല്ലാ ദൈവദാസന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ക്രിസ്തുമസിൻ്റെ സീസണും മറ്റുമാണല്ലോ, എല്ലാവരും വളരെ തിരക്കാണെന്ന് എനിക്കറിയാം. നമ്മുടെ അറ്റൻഡൻസ് കുറേശ്ശെ കുറഞ്ഞു വരുന്നു. കുറേ കൂടെ ആൾക്കാർ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷീകരണവും ശിഷ്യത്വവും എന്നുള്ള വിഷയത്തിൻ്റെ 19ാമത്തെ സെഷനാണ് ഇത്. നമ്മൾ വിശേഷിച്ച് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് പുതിയ നിയമ വെളിച്ചത്തിൽ, പുതിയ നിയമ വെളിച്ചത്തിൽ നമ്മൾ എങ്ങനെയാണ് വ്യക്തിപരമായുള്ള സുവിശേഷീകരണം നടത്തുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷത്തിലെ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ ഇതുവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഒരു 16 ഇഷ്യൂസ് എങ്കിൽ 16 സന്ദർഭങ്ങളിലെങ്കിലും യോഹന്നാൻ വ്യക്തിപരമായുള്ള നിലയിൽ ആളുകളോട് യേശു എങ്ങനെയാണ് സമീപിച്ചത്, ആ സമീപനത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കുവാനുള്ളതായ പാഠങ്ങൾ എന്താണെന്നും അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയാണെന്നും ആണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ യോഹന്നാൻ സുവിശേഷം 9ാം അധ്യായത്തിലാണ്. നേരത്തെ ഉള്ളതായ ഭാഗത്തിലേക്കുള്ളതായ ഒരു റിവ്യൂ നടത്താൻ പോകുന്നില്ല. നേരത്തെ 1-2 പ്രാവശ്യമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണല്ലോ. യോഹന്നാൻ സുവിശേഷം 9ാം അധ്യായം നോക്കുന്ന വേളയിൽ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് പ്രധാനമായി 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, മനുഷ്യരുടെ താൽക്കാലികമായുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാവുക. രണ്ടാമത്, അതോടൊപ്പം തന്നെ ആ അത്ഭുതങ്ങൾ കൂടി യേശു മശിഹായാണെന്ന് വെളിപ്പെടുത്തി ദൈവത്തിന് മഹത്വമുണ്ടാവുക. ഈ 2 ലക്ഷ്യങ്ങളായിരുന്നു കർത്താവിൻ്റെ വ്യക്തിപരമായുള്ള ആളുകളുമായിട്ട് ഇടപെട്ട് അത്ഭുതങ്ങൾ നടത്തുന്നതുമായുള്ള ബന്ധത്തിൽ. നമ്മൾ ആളുകളെ സമീപിച്ച് സുവിശേഷം പറയുന്നതായ വേളയിൽ നമ്മളുടെയും ഹൃദയത്തിലുള്ളതായ താല്പര്യം ഏറ്റവും പ്രധാനമായിട്ട് യേശുവിനെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
9ാമത്തെ പോയിന്റ്, നമ്മുടെ 8 പോയിന്റ് നേരത്തെ പറഞ്ഞാണ്, അതിന്റെ റിവ്യൂയിലേക്ക് പോകുന്നില്ല. യേശു വ്യക്തിപരമായി ജന്മനാ കുരുടനായിരുന്ന ഒരു മനുഷ്യന് കാഴ്ച നൽകുന്നു. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ, അവന്റെ ശിഷ്യന്മാർ അവനോട്, യേശുവിനോട്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. യേശു അതിന്, അവനെങ്കിലും അവന്റെ അമ്മപ്പാരെങ്കിലും പാപം ചെയ്തിട്ടില്ലെന്നല്ല പറഞ്ഞേക്കുന്നത്, ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവരിൽ വെളിപ്പെടേണ്ടതിനത്രേ. ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വായിക്കുന്ന വേളയിൽ, അതെ, കുരുടനായിരിക്കുന്നതുകൊണ്ട് ദൈവപ്രവൃത്തി അവൻ വെളിപ്പെടും എന്ന് നമ്മൾ ചിന്തിച്ചു. പല ആൾക്കാർ പറയുന്നത്, ഞാൻ ഇങ്ങനെ രോഗത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടിയാണെന്ന്. ഞാൻ ചോദിക്കും, അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെല്ലാം ദൈവത്തിന്റെ നാമമഹത്വം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, രോഗിയായിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. സാധാരണ ഈ പല ആൾക്കാരും ഏതുകൊണ്ട് ദൈവത്തിന് വേണ്ടി അതിൻ്റെ അവതാരം ചെയ്യുന്ന മട്ടിലാണ് നമ്മൾ രോഗികളും മറ്റും ആയിരിക്കുന്നതെന്ന് തോന്നിപ്പോകും അവരുടെ പറച്ചിൽ കേട്ടാൽ. ദൈവപ്രവൃത്തി ഈ കുരുടനിൽ വെളിപ്പെട്ടത് അവൻ കുരുടനായിരുന്നതിനാലല്ല, പ്രത്യുത അവൻ കാഴ്ച പ്രാപിച്ചതിനാലാണ്. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായത് അവന് കാഴ്ച ലഭിച്ചതിന് ശേഷമാണ്, അല്ലാതെ അതിന് മുമ്പുള്ളതല്ല. നമ്മൾ രോഗിയായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് യാതൊരു മഹത്വമില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് രോഗിയായിട്ടല്ല. ആദാമിനെ ഹവ്വായും സൃഷ്ടിച്ചത് രോഗികളായിട്ടല്ല, അവരെ പൂർണ്ണ മനുഷ്യരായിട്ടാണ്. നമ്മളുടെ പാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കുണ്ടായത്, രോഗമുണ്ടായത്, രോഗം ഭൂമിയിലേക്ക് വന്നത്. ഇവരൊരു തിയോളജിക്കൽ ശിഷ്യന്മാർക്ക് പലപ്പോഴും, വിശേഷിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ യേശു പറയുന്നത് സൂപ്പർ നാച്ചുറൽ ലെവലിലും ഈ മനുഷ്യർ പറയുന്നത് മാനുഷികമായ ലെവൽ, 2 ലെവലിലുള്ളതായ കോൺവെർസേഷനെ കുറിച്ചാണ് യോഹന്നാൻ എപ്പോഴും തൻ്റെ സുവിശേഷത്തിൽ ആദ്യോടൊന്നും എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവർക്കൊരു തിയോളജിക്കൽ ഡിസ്കഷൻ വേണം. ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ, ഈ അമ്മയപ്പന്മാര് പാപം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കുഞ്ഞെങ്ങനെ അമ്മയുടെ ഉദരത്തിലായിരുന്ന സന്ദർഭത്തിൽ പാപം ചെയ്തത്? ഇതൊക്കെ ഒരു തിയോളജിക്കലായിട്ടുള്ള ഡിസ്കഷനാണ് അവർ പറയുന്നത്. ഇതൊക്കെ ശാസ്ത്രന്മാരും പരീക്ഷന്മാരും ഒക്കെ പറയുന്ന തിയോളജിക്കൽ ഇഷ്യൂസ് ആണ്. യേശു അതിന് മറുപടി പറയുന്നത്, ഇവന്റെ അമ്മയപ്പന്മാരും പാപം ചെയ്തിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെടേണ്ടതിനത്രേ. അതിന്റെ എല്ലാ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അറിയാൻ വയ്യായെങ്കിൽ യോഹന്നാൻ സുവിശേഷം 9 ആദ്യം മുതൽ അവസാനം വരെ മുഴുവനും വായിക്കണം. അല്ലാതെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു വാക്യം വായിച്ചിട്ട് ശേഷം അങ്ങനെ വായിച്ച വേദസം മനസ്സിലാക്കാനൊക്കത്തില്ല. ഒന്ന്, ഈ കുരുടനായിരുന്ന മനുഷ്യന് യേശുവിനെ കുറിച്ച് ക്രമാനുഗതമായി പ്രോഗ്രസീവായിട്ടുള്ള ചില വെളിപ്പാടാണുള്ളത്. ഒന്നാമത്തെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ, യേശു എന്ന ഒരു മനുഷ്യൻ, ആ ലെവലിലെ ആദ്യം അവനെ അറിയത്തുള്ളൂ. ഓക്കെ, അവനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യേശു സൗഖ്യം കൊടുത്തു എന്നറിഞ്ഞതായ വേളയിൽ ശാസ്ത്രിമാരും പരീശന്മാരും അവനെ വിസ്തരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അവനോട്, നിന്റെ കണ്ണു തുറന്ന് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന് പേരുള്ള ഒരു എന്നുള്ളത് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്, മലയാളം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ അതിനകത്ത് ഒരു ഇട്ടിട്ടില്ല, വാസ്തവത്തിൽ ഒരു എന്നുള്ളതുണ്ട്. യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശിലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് ഉടനെ തന്നെ മനസ്സിലായി ഇവരെ പിടിക്കുക തന്നെ. കാരണം ശബത്ത് നാളിൽ ചേറുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. അത് പിന്നെ ആ ചേറെടുത്ത് കണ്ണിൽ പുരട്ടുന്നത് 2ാമത്തെ ജോലി. 3ാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ അവൻ പോയി ശിലോഹാം കുളത്തിലേക്ക് പോവുക. ശബത്ത് നാൾ ഇത്രമാത്രം ദൂരമേ യാത്ര ചെയ്യാവുന്നുണ്ട്. 4ാമത് ആരോപണം എന്ന് പറഞ്ഞാൽ അവൻ അവിടെ പോയി കഴുകി. ഇതെല്ലാം ശബത്ത് നാളില് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതാണ്. അവനെ പിടിക്കണം എന്നുള്ളതായ ഉദ്ദേശത്തിലാണ് ഈ ഇൻട്രോഗേഷൻ അഥവാ വിസ്താരം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലെവലിലുള്ളതായ അവനുള്ള വെളിപ്പാടെന്ന് പറഞ്ഞാൽ യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. 2ാമത് അല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെളിപ്പാടാണ്, ഒരു പ്രവാചകൻ. യോഹന്നാൻ സുവിശേഷം 9-ന്റെ 16-17 വാക്യങ്ങളിൽ, പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായ കൊണ്ട്
ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായ കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ അവരുടെ ഇടയിലുള്ളതായ ഒരു ഭിന്നത, അഭിപ്രായ വ്യത്യാസമാണ്. പാപിയായ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ വെളിപ്പാട് എന്ന് പറയുന്നത്, അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നുകൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടാമത്തെ ലെവലുള്ളതായ അവന് ഉള്ള വെളിപ്പാടാണ്, അവനൊരു പ്രവാചകൻ. ഒന്നാമത് യേശു ഒരു സാധാരണ ഒരു മനുഷ്യനാണ് എന്നോട് പറഞ്ഞതായ സംഗതിയാണ്. രണ്ടാമത് അവനൊരു പ്രവാചകനാണ്. മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മനുഷ്യൻ അവരോട്, ഈ മനുഷ്യനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയാമോ? അല്പം നട്ടലുള്ള മനുഷ്യനാണ്. അവനെ വിസ്തരിച്ച് ചോദിച്ച് അവനെയും കൂടെ കൊടുക്കലാക്കാനായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവൻ നല്ല തൻ്റെ ഇടത്തോടുകൂടി, എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഞാൻ അവനെ റെക്കമെൻഡ് ചെയ്തതിന്, ലോ സ്കൂളിലാണ് പോയി പഠിച്ച് ഒരു ഡിഫൻസ് അറ്റേർണി ആയിട്ട് വരത്തക്ക നിലയിലുള്ളതായ ട്രെയിനിങ് കിട്ടാനായിട്ട് നല്ല യോഗ്യതയുള്ള വ്യക്തിയാണ്. ആ മനുഷ്യൻ അവരോട്, എൻ്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ അറിയാത്തൊരു ആശ്ചര്യം. പിന്നെ അവർ പറയുന്ന 31ാമത്തെ വാക്യം ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞിട്ടുള്ളതായ സംഗതിയാണ്. ശാസ്ത്രിമാരും ഈ പരീക്ഷന്മാരും മറ്റും പഠിപ്പിക്കുന്ന ഒരു പൊതുവിലുള്ള കോമൺസ് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അത് ആണ് അവൻ ഉദ്ധരിക്കുന്നത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. നാം എന്ന് പറയുന്നത് നമ്മുടെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. യഹൂദന്മാരായ നിങ്ങൾ പഠിപ്പിച്ചതായ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ന്യായം വെച്ചാണെങ്കിൽ ഈ മനുഷ്യൻ യേശു ചെയ്തത് ഇതിനെക്കുറിച്ചുള്ള ന്യായീകരണം എന്താണെന്ന് അവർ ചോദിക്കുന്നത്. 32ാമത്തെ വാക്യത്തിൽ, കുരുടനായിരുന്നവരുടെ കണ്ണ് തുറന്നായി ലോകം ഉണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവർക്ക് ബോധമുണ്ടാകത്തക്ക നിലയിൽ, അവർക്ക് കുറ്റബോധം ഉണ്ടാകത്തക്ക നിലയിൽ അവൻ്റെ പ്രസ്താവന നടത്തുകയാണ്, യേശു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ എന്ന് നെഗറ്റീവായിട്ട്, രണ്ട് നെഗറ്റീവ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവായിട്ട് നിശ്ചയമായിട്ടും യേശു ദൈവത്തിൽ നിന്ന് അടുക്കൽ നിന്ന് വന്നവനാണ്. അപ്പം മൂന്നാമത്തെ ലെവലിലുള്ളതായ യേശുവിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത്, യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണ്. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ? നീ വെറും ഒരു കുരുടനാണ്, നീ ഭിക്ഷയാചിക്കുന്നത് മാത്രമേ നിനക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾ വലിയ വിദ്യാസമ്പന്നന്മാരും വലിയ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ, നിനക്ക് ഞങ്ങളെ ഉപദേശിക്കാനുള്ളതായ യോഗ്യത എന്താണെന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ പള്ളി പ്രഷറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, യഹൂദന്മാരുടെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് പുറത്തായി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു നിലനിൽപ്പുമില്ല. കാരണം അവർ ആ സൊസൈറ്റി മൊത്തമായിട്ട് ഈ യഹൂദ കമ്മ്യൂണിറ്റിക്കകത്താണ് നിൽക്കുന്നത്. അപ്പം പള്ളി പ്രഷറാക്കുക എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ പള്ളിയിലെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് കൂട്ടി കാലയളവിലുള്ള പള്ളിയിലെ മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്വീകരിക്കാനായിട്ട് വേറെ ആൾക്കാർ അവിടെ നോക്കിയിരിക്കുക. വേറെ ഏതെങ്കിലും സഭയിൽ നിന്ന് ആൾക്കാർ ഒന്ന് പുറത്ത് വിട്ടാൽ മതിയായിരുന്നു പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു സംഗതിയല്ല ഇവിടെ. അവനെ പുറത്താക്കി എന്ന് ഉള്ളതായ വേളയിൽ ആ സമയത്താണ് 35ാമത്തെ വാക്യത്തിൽ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. നമ്മുടെ ജീവിതത്തിലും ഒരു പ്രത്യേക അവസ്ഥയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ പൂർണ്ണമായുള്ള വെളിപ്പാട് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചില വിച്ഛേദനം, നമുക്ക് ചിലതിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ ദൈവം പൂർണ്ണമായി വെളിപ്പെടുത്താനൊക്കത്തുള്ളൂ. അതുവരെ ദൈവം പ്രവർത്തനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു അവനെ അന്വേഷിച്ചു വന്നു. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നോ? ഇത് ഡയറക്റ്റായിട്ടൊരു ചോദ്യമാണ്. ആ യേശു ആണെങ്കിലും ആ സമയം വരെ, അവസരമായിട്ടുള്ള തക്ക സമയം വരെ നോക്കി നിന്നു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. യേശുവിന് മനസ്സിലായി അവൻ ഹീസ് റെഡി ടു റിസീവ് ഇറ്റ്. നമ്മൾ സുവിശേഷം പറയാൻ പോകുന്ന വേളയിലും നമ്മൾ ആളുകളുടെ മുഖഭാവവും അവരുടെ റിയാക്ഷനും നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. ചില ആൾക്കാർ, വിശേഷിച്ച് പാസ്റ്റർമാരായി ഞങ്ങൾക്കുള്ളതായ ഒരു പൊതുവെ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എപ്പോഴും ചെന്ന് പ്രസംഗിക്കാനും പറയാനും ഇങ്ങനെ കാത്തു നോക്കിയിരിക്കുകയാണ്. ആളുകൾ പറയുന്നത് അവരുടെ മുഖഭാവം ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അത് തെറ്റാണ്. ഞാൻ ചാപ്ലൻസി ട്രെയിനിങ് പഠിച്ചതായ വേളയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾ ആളുകളെ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ സേയിങ്.
അവരൊന്നും പറയുന്നില്ലെങ്കിലും അവരുടെ മുഖഭാവം നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ഫീലിംഗ് എന്താണെന്ന്. നമ്മൾക്കും ആ ഒരു കഴിവുണ്ടായിരിക്കണം. യേശു ആ സമയത്ത് അവൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതിനവൻ യജമാനെ, ലോഡ്, അവൻ ആർ എന്ന് ആകുന്നു, ഞാൻ അവൻ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഉടനെയാണ് യേശു കൃത്യമായിട്ട് പറയുന്നത്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ. ഐ ആം ദി വൺ ഹു ഈസ് സ്പീക്കിംഗ് ടു യു. യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം താൻ ഒരുക്കത്തിൽ നോക്കിയിരിക്കുകയാണ്. ഈ കുള്ളനായുള്ള മനുഷ്യൻ, അവന് താല്പര്യമുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ വേറൊരു ആട് പറഞ്ഞു, അവന് സൗഖ്യമാകാൻ ഉണ്ടായിട്ടൊന്നുമല്ല. അതുകൊണ്ടാണ് യേശു അവനോട് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന്. അവൻ സൗഖ്യമായി കഴിഞ്ഞതിന് ശേഷവും യേശു ആരാണെന്ന് അവന് കാണാൻ നോക്കും. യേശുവിനെ കുറിച്ച് കാണാൻ അറിയാമായിട്ടല്ല, പിന്നീട് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ പറഞ്ഞു, യേശു ഇത് ഇയാളാണ് എന്നെ സൗഖ്യമാക്കിയെന്ന്. ഇവിടെ പറയുന്നു, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുക അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ പ്രതികരണം, ഉടനെ അവൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. അവനെ കൊണ്ട് തന്നെ ഞാൻ അങ്ങ് മശിഹായാണ് എന്നുള്ളതായ സംഗതി ആ ഒരു ബോധമുണ്ടാക്കി അവനെ കൊണ്ട് തന്നെ പറയുകയാണ്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സുവിശേഷം പറയാൻ പോകുന്ന വേളയിലും ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് വാസ്തവമായി ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഇപ്പോൾ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. മനസ്സിലെങ്കിൽ ഞാൻ അടിച്ചേൽപ്പിക്കാനൊന്നും പോകത്തൊന്നുമില്ല. ഈ അടിച്ചേൽപ്പിച്ച് ആളുകളെ കൊണ്ട് കുമ്പസാരം പറയുന്നതിനോട്ട് പറയിപ്പിച്ചിട്ട് യാതൊരു അർത്ഥമില്ല. അവർക്ക് അത് താല്പര്യമുണ്ട് എന്ന് പറയുന്നെങ്കിൽ മാത്രം അവരുടെ കൂടെ പ്രാർത്ഥിക്കുക. ഇല്ല എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോവുക. ഇത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ടതായ സംഗതിയല്ല. സോമനസാൽ യേശു തന്നെ രക്ഷിതാവ്, യേശു തന്നെ എൻ്റെ കർത്താവ്, യേശു തന്നെ എന്നെ വിടുവിക്കുന്നവൻ എന്ന് പറഞ്ഞ് ആ യേശുവിനെ സ്വീകരിക്കുന്നവരെയാണ് യേശു നോക്കിയിരിക്കുന്നത്. അടുത്ത 5-ാമത്തെ ലെവലിലുള്ളതായ സംഗതി എന്ന് പറഞ്ഞാൽ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് എന്നുള്ളതായ സംഗതി. ഈ 5 വെളിപ്പാടാണ്. യേശു ദൈവത്തിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അവനെ നമസ്കരിച്ചു, അവനെ ആരാധിച്ചു. എനിക്കറിയാം, യഹോവ സാക്ഷിയുടെ ഈ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിലാണ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിക്ക് വേണ്ടി അത് ഉപയോഗിക്കരുത്. ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് യഹോവ സാക്ഷികളുടെ പുസ്തകങ്ങൾ. ആ പുസ്തകത്തിനകത്ത് ഈ നമസ്കരിക്കുന്നു എന്നുള്ളതിന് പകരമായിട്ട് അവരെ താങ്ക് യു എന്ന് പറയുന്ന ആ നിലയിലുള്ള ഒരു പദപ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇംഗ്ലീഷിലും മലയാളത്തിലും മറ്റും. അവര് പിശാചിന്റെ പുസ്തകമാണ് ഞാൻ പറയുന്നത്. കാരണം അതെന്താണെന്ന് ചോദിച്ചേക്കാം, യേശുക്രിസ്തു ദൈവമല്ല എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണ് യഹോവ സാക്ഷിയുടെ പുസ്തകം. അതുകൊണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ അവരോട് സുവിശേഷം പറയാൻ ഉപയോഗിക്കുന്നതൊക്കെ നല്ലത്. അല്ലാതെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പഠനത്തിന് വേണ്ടിയോ നിങ്ങളുടെ ആത്മീയമായുള്ള ഉന്നമനത്തിന് വേണ്ടിയോ അത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. പിന്നീട് 10-ാമതായിട്ട് നമ്മൾ കാണുന്നത്, നമുക്കറിയാവുന്ന ഒരു പരിചയമുള്ള ഒരു സംഭവ കഥയാണ്. യേശു വ്യക്തിപരമായി താൻ സ്നേഹിച്ചിരുന്ന ലാസറിന് പുനർജീവൻ കൊടുക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്ന തെറ്റാണ്. ഹി റൈസ്ഡ് ഹിം ഫ്രം ദി ഡെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ലാസർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവൻ ജീവിച്ച്, പിന്നെ സാധാരണ എല്ലാവരും മരിക്കുന്ന പോലെ ലാസർ പിന്നീട് മരിച്ചു. അന്ത്യകാഹളത്തിങ്കൽ അവൻ എഴുന്നേറ്റ് വരും എന്നുള്ളതായ അന്നാണ് ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത്. ഇപ്പോൾ അവന് പുനർജീവനം കൊടുത്തത് മാത്രമേ ഉള്ളൂ. ആ സഹോദരിമാർ, അതായത് മാർത്തയും മറിയയും, അവൻ്റെ അടുക്കൽ ആളയച്ച്, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവത്തിന് മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വനായിട്ട് അത്രേ. ഇപ്പം നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ദൈവനാമത്തിൻ്റെ മഹത്വനായിട്ടാണ് അത് യേശു പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യേശുവിനറിയാം ലാസറിനെ എഴുന്നേൽപ്പിക്കുമെന്ന്, മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന്. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ഈ മോർമൻ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു മതമുണ്ട്. മോർമൻസ് എന്ന് പറയും. അവര് അമേരിക്കയിൽ വളരെ പോപ്പുലറാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ഉണ്ടെന്ന് തോന്നുന്നു. അവര് പഠിപ്പിക്കുന്നതായ യേശു എന്ന് പറയുന്നത് യേശുവിന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്, മാർത്തയും മറിയും. അതൊക്കെ പോട്ടെ, ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്
ഈ എല്ലാ ബാക്കിയുള്ളതെല്ലാം കേട്ടാൽ തോന്നും അവർ വളരെ വലിയ ധനികരായിട്ടുള്ള ആളുകളാണ്, വലിയ ധനികരായിട്ടുള്ള ആളുകളാണ്. അവര് പഠിപ്പിക്കുന്ന, അവർ ലോകവ്യാപകമായിട്ട് അവരുടെ ആളുകൾ, മിഷണറിമാർ പോയി അവരുടെ മതം, അവർ ക്രിസ്ത്യൻ ചർച്ചിലെ ഞാൻ ഗ്രൂപ്പ് ചെയ്യത്തില്ല, കാരണം ഇറ്റ്സ് എ കൾട്ട്. യഹോവ സാക്ഷിയുടെ ഒരു കൾട്ടാണ്, ഈ മോർമൺസ് ഒരു കൾട്ടാണ്. അത്രയും മാത്രം ഞാൻ പറഞ്ഞിട്ട് ആ ഭാഗത്തിലേക്ക് വിടുകയാണ്. യേശു അവരെ സ്നേഹിച്ചു, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ഇനിയും എനിക്ക് വായിക്കാനായിട്ട് ഒരു സഹായം വേണം. ലൂക്കോസ് സുവിശേഷം 11:38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കിലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. ഒരു സെക്കൻഡ്. യേശുവിന് അത്ഭുതം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ യേശുവിന് വേണമെങ്കിൽ പറയായിരുന്നു, കല്ലിനോട് പറയായിരുന്നു, കല്ല് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ മാറുമായിരുന്നു. യേശുവിന് അത്ഭുതം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സഹകരണം ആവശ്യമാണ്. യേശു അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കല്ല് മാറ്റാനായിട്ട്. വായിച്ചാട്ടെ. കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായി മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ അവർ പറയുന്ന അസാധ്യ സാഹചര്യങ്ങളുടെ തടസ്സങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മളും പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പലപ്പോഴും പല ആളുകൾ ശ്രദ്ധിക്കേണ്ട, ദൈവത്തിൻ്റെ അടുക്കൽ ദൈവത്തിന് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്നുള്ള മറ്റുള്ള സകല കാര്യങ്ങളും പറഞ്ഞു, കർത്താവേ നിനക്ക് അറിയാമോന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു ലീഡ് ചെയ്ത കർത്തദാസൻ പറഞ്ഞു, ഒരു പേഴ്സണൽ കാരണത്താൽ ഞാൻ ഇന്നയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ പ്രാർത്ഥിച്ച പാർട്ടി പറഞ്ഞു, കർത്താവേ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നീ അവന് മനസ്സിലായേനെ എന്ന് പറഞ്ഞു. അപ്പം പല ആൾക്കാരും നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം ഇതെല്ലാം പറയേണ്ടതായ കാര്യങ്ങൾ ഒന്നുമില്ല. യേശു അവിടെ ചെന്നിട്ട് മറിയ എല്ലാം പറഞ്ഞു. സംഭവങ്ങൾ നടക്കാൻ സാധ്യത വളരെ കുറവാണെന്ന്. വായിച്ചാട്ടെ. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതാണ് ദൈവപ്രവർത്തനത്തിന് വേണ്ടി ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം കണ്ടതിന് ശേഷം വിശ്വസിക്കാമെന്നല്ല പറഞ്ഞേക്കുന്നത്. വിശ്വസിച്ചാൽ ആദ്യം എന്താണ് വേണ്ടത്? ആദ്യം വിശ്വാസം, 2 കാഴ്ച. കണ്ടാൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ലോകത്തിന്റെ പ്രിൻസിപ്പിളാണ്. ഇവിടെ പറയുന്നത് ആദ്യം വിശ്വാസം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. വായിച്ചാട്ടെ. അവർ കല്ല് നീക്കി. യേശു പറഞ്ഞതായ ആജ്ഞ അതുപോലെ അവരനുസരിച്ചു. ഈ കല്ല് കഴിക്കാൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൽ ചെറിയ കയ്യിരിക്കുന്ന കല്ല് വലിയ കല്ലാണ്. വലിയ ഗുഹയ്ക്ക് സാധാരണഗതിയിൽ സ്ലോപ്പായിട്ടുള്ള സ്ഥലത്ത്, യേശുവിനെ അടക്കിയതായ സ്ഥലം അത് തന്നെയാണ്. വലിയ സ്ലോപ്പായിട്ടുള്ള സ്ഥലത്തിൻ്റെ താഴെയാണ് വലിയ ഗുഹ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് മുകളിൽ നിന്നും ആ വലിയ കല്ല് ഉരുട്ടി അവിടെ വന്ന് സീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്നതല്ലാതെ 1-2 തൂക്കമുള്ളതായ വലിയ കല്ലാണ് ബോൾ എന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലാതെ ചെറിയ കല്ലുകളല്ല. വായിച്ചാട്ടെ. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും ഈ പിതാവേ എന്റെ അപേക്ഷ കേട്ടതിനാൽ എന്ന് പറയുമ്പോൾ യേശുവിന്റെ അടുക്കൽ മറിയുടെയും മാർത്തയുടെയും ആൾക്കാർ വന്ന് ഇക്കാര്യം പറഞ്ഞതായ വേളയിൽ യേശു പ്രാർത്ഥിച്ചതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പം യേശു നേരത്തെ തന്നെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലാസറിന്റെ കല്ലറയ്ക്ക് വന്ന് വലിയ നീണ്ട പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചില്ല. അപ്പൊ നേരത്തെ യേശു പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിലും നേരത്തെ ഒരു പ്രാർത്ഥനയുടെ ഒരു ജീവിതം അതായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. വായിച്ചാട്ടെ. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കാണുന്നത് ഈ നിൽക്കുന്ന ആളുകൾ യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വെളിപ്പെടേണ്ടതിന് വേണ്ടി അവൻ പറയുകയാണ്. അവർ കേട്ട ആളുകളെല്ലാം മനസ്സിലാക്കി ഇത് അധികാരമുള്ള വ്യക്തിയാണ്. യേശുവിന്റെ വളരെ ഷോർട്ടായിട്ട് 2-3 വാക്കുകൾ ഉള്ളതായ ഒരു പ്രാർത്ഥനയാണ്. ലാസറേ
പുറത്ത് വരിക. അത്രേ ഉള്ളൂ. ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ കല്യാണം പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട പ്രാർത്ഥന, ലാസർ അസുഖമായി കിടന്ന കാലയളവ് മുതലുള്ള സകല കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് യേശു അതൊന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഈ പ്രശ്നങ്ങളെ കുറിച്ചല്ല പറയേണ്ടത്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പറയുന്നത്. ലാസറെ സ്പെസിഫിക് ആയിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. വായിച്ചാട്ടെ. പുറത്തു വരിക എന്ന് ഉറക്കുക. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റുമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഓക്കെ, മതി, അത്രയും മതി. അപ്പൊ ഇവിടെ യേശു പറഞ്ഞത് ആ അത്ഭുതം നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ളതായ ഡിസൈപ്പിൾഷിപ്പിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മരിച്ചവൻ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കെട്ട് അഴിക്കേണ്ടത്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവന് വേണ്ടതായ അനന്തര ശുശ്രൂഷകളും മറ്റും ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്യുവാൻ കൊണ്ട് ഞാൻ അവനെ വിടുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ശുശ്രൂഷയാണ് ദൈവം നമ്മളിലും ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ മരിച്ചവരാരും വന്നിട്ടില്ല. രോഗികളല്ലാതെ അത്ഭുതകരമായ രോഗം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ചില ദൈവദാസന്മാർ, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ചില ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ 3-4 മണിക്കൂറുകൾ ആയിരുന്ന ആൻഡ്രൂ വോമക് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം, ഇവിടെ ഡാലസിന് അടുത്തുള്ളതായ ഒരു സ്ഥലത്താണ് പുള്ളിക്കാരൻ താമസിക്കുന്നത്. ഇപ്പോൾ കൊളറാഡോയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം താൻ മിനിസ്ട്രിയിൽ യാത്ര ചെയ്തിരുന്ന വേളയിൽ മകൻ മരിച്ചു പോയെന്ന് അറിഞ്ഞു. പുള്ളിക്കാരൻ തിരിച്ചു വന്ന വേളയിൽ ആ കൊച്ചിൻ്റെ കാല് എല്ലാം ഒരുമിച്ച് കെട്ടി അത് മോർഗിൽ കൊണ്ടുവന്ന് ഫ്രീസറിനകത്ത് 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, ഞാൻ വന്നു കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളതായ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച്, താനും തൻ്റെ വൈഫോടെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ആ മകൻ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. അവരുടെ മിനിസ്ട്രിയുടെ ഒരു പാർട്ണറാണ്. 30 വയസ്സോളം പ്രായമുള്ള ഒരു മകനാണ്. അങ്ങനെ മരിച്ചവർ പുറത്തു വന്നിട്ടുള്ളതായ ചില ഉദാഹരണങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം. യേശു അവിടെ വന്ന് വ്യക്തിപരമായി താൻ സ്നേഹിച്ചിരുന്ന ലാസറിന് പുനർജീവൻ കൊടുക്കുന്നു. ഇപ്പം എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രത്യേക ഗൈഡൻസ് ഇല്ലെങ്കിൽ സ്റ്റണ്ടുകൾ കാണിക്കാനൊന്നും പോകാതിരിക്കുന്ന എന്നുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിറ്റ്നസ് ഉള്ളിലുണ്ടെങ്കിൽ ധൈര്യത്തോടുകൂടി ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഒരിക്കലും എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിച്ചു, നീ പോയി 100 പേര് നിനക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ 99 പേരും ഉരുണ്ട് താഴെ വീണ് കഴിഞ്ഞാൽ 100ാമത്തേന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. ഞാൻ കർത്താവെ നീ അറിയുന്നു എന്ന് പറഞ്ഞ മറുപടി പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ തക്കണം. ഇത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ളതായ ഒരു സ്പിരിച്വൽ ഗട്ട്സ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത 11ാമത്തെ വിഷയത്തിലേക്ക് പോകാം. ബഥാനിയിൽ വെച്ച് ലാസറിന്റെ സഹോദരിയായ മറിയ സ്വച്ഛജടാമാംസ തൈലം കൊണ്ട് യേശുവിൻ്റെ കാൽ പൂശിയതിനെ അനുമോദിക്കുന്നു. ഇത് 12ാമത്തെ അധ്യായത്തിന് 1 മുതൽ ഉള്ളതായ വാക്യങ്ങളാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അതായത് മാർത്തയും മറിയയും അവനെ ഒരു അത്താഴമൊരുക്കി. ഒരു പക്ഷെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചതിനെ മാനിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും 1ാമത്തെ വാക്യം അവിടെ എഴുതിയത്. മാർത്ത ശുശ്രൂഷ ചെയ്തു പോന്നു, ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസ തൈലം. ഈ സ്വച്ഛജടാമാംസ തൈലം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഞാൻ വായിക്കുന്ന വേളയിൽ ഞാൻ ഈ വലിയ മലയുടെ അടിവാരത്തിൽ വളരുന്നതായ ഒരു പ്രത്യേക തൈലം, ഹിമാലയത്തിൻ്റെ അടിവാരത്തിൽ മറ്റും വളരുന്നതായ ഒരു പ്രത്യേക ചെടിയുടെ തൈലമാണെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വായിച്ചിട്ടുള്ളതായ അറിവേ ഉള്ളൂ. അതിൽ ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. യേശുവിനെ ശുശ്രൂഷിക്കുന്ന മറിയ എപ്പോഴും യേശുവിൻ്റെ പാദപീഠത്തിലായിരിക്കും. ഇവിടെയും യേശുവിൻ്റെ പാദപീഠത്തിലാണ്. അവൻ്റെ കാൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു.
ഇവിടെയും ക്രിറ്റിക്കായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദായ ഇസ്കരിയോത്താവ് അയാൾ ഉടനെ തന്നെ ഇതിന്റെ ഈ സാധുക്കളെ കുറിച്ചുള്ളതായ ദരിദ്രരെ കുറിച്ചുള്ളതായ കരുതലാണ്. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞെന്ത് എന്ന് പറഞ്ഞു. ഇപ്പൊ 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു വർഷത്തെ വേജസ് ആണ്, ഒരു വർഷത്തെ ശമ്പളമാണ്. അപ്പോൾ ഇത് ഭാരിച്ച ഒരു ചിലവുള്ളതായ ഒരു സംഗതിയാണ് മറിയ ചെയ്തത്. ഇത് യോഹന്നാന്റെ സുവിശേഷം എഴുതിയ യോഹന്നാന്റെ എഡിറ്റോറിയൽ നോട്ടാണ്. ഇത് ദരിദ്രന്മാരെ കുറിച്ച് യോഹന്നാൻ സുവിശേഷം വായിക്കുന്ന വേള ഇതുപോലുള്ള എഡിറ്റോറിയൽ നോട്ട് കൂടെ യോഹന്നാൻ ഇങ്ങനെ എഴുതി ചേർക്കും. കാരണം യൂണിവേഴ്സൽ ഗോസ്പൽ എന്നാണ് പറയുന്നത്. സർവ്വദേശികമായി എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകത്തക്ക നിലയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി അതിൻ്റെ പക്കലാകാൻ അതിൽ നിന്ന് എടുത്തു വന്നുകൊണ്ടും അത്രേ പറഞ്ഞത്. അപ്പം യോഹന്നാന്റെ സുവിശേഷം എഴുതുന്ന വേളയിൽ യോഹന്നാന്റെ സ്വഭാവമുണ്ട്. ആളുകളെ കുറിച്ച് തൻ്റെ കാര്യം പറയുന്ന വേളയിൽ യേശുവിൻ്റെ മാറോട് ചേർന്ന് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് ഉള്ള പേര് പറഞ്ഞ അനോണിമസ് ആയിട്ട് താൻ പറയുന്നെങ്കിൽ തന്നെയും കള്ളന്മാരായിട്ടുള്ള ആൾക്കാരെന്ന് കള്ളനാണെന്ന് പറയാൻ മടിയൊന്നും കാണിക്കാത്ത വ്യക്തിയാണ് തൻ്റെ കാര്യം വരുന്നുണ്ടെങ്കിൽ തനിക്ക് ഫേസ്ബുക്കിലോ ഇതിലൊന്നും പണം വന്നില്ലെങ്കിലും പുള്ളിക്കാരന് വലിയ കാര്യമൊന്നുമില്ല. അനോണിമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതായ സ്വഭാവക്കാരനാണ്. ആ ചിന്താഗതി യോഹന്നാൻ ഉണ്ടായത് എവിടുന്നാണെന്നറിയാമോ? തൻ്റെ ഗുരുവായ സ്നാപകയോഹന്നാൻ്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ കുറയണം അവനോ വളരണം. അതേ ചിന്താഗതിയാണ് ശിഷ്യനായ യോഹന്നാനും ഉണ്ടായിരുന്നത്. അപ്പോൾ അവനെക്കുറിച്ച് പറയുന്നത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടില്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി അവൻ്റെ പക്കലാകയാൽ അതിൽ നിന്ന് എടുത്തു വന്നുകൊണ്ടുമാണ്. അപ്പം സ്ഥിരമായിട്ട് മോട്ടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. യേശുവോ ഇപ്പോഴും പറയാനുള്ളത്, യേശുവോ അവളെ വിടുക, എൻ്റെ ശവസംസ്കാരത്തിനായി അവൾ അത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയയ്ക്ക് എങ്ങനെയാണ് ഈ അറിവ് കിട്ടിയത്? കാരണം യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് യേശുവിൽ നിന്ന് കേട്ടത് വ്യക്തമായിട്ട് പഠിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഒരു സ്ത്രീയാണ് ഈ ബഥാനിയയിലെ മാർത്തയുടെ സഹോദരിയായ മറിയ. യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നവർക്ക് മാത്രമേ ഇതുപോലെയുള്ളതായ വെളിപ്പാടുകൾ കിട്ടുവാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. നാം യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് യേശുവിൻ്റെ വചനം കേൾക്കുവാൻ തക്കൊണ്ടുള്ളതായ താല്പര്യവും അത് പഠിക്കുവാനുള്ളതായ ആഗ്രഹവും ഉണ്ടെങ്കിൽ നമ്മൾക്കും ഇതുപോലെയുള്ളതായ ദൈവികമായുള്ള വെളിപ്പാടുകൾ കിട്ടുവാൻ തക്കൊണ്ട് ഇടയാകും. അപ്പോൾ യേശു മരിക്കും എന്നുള്ളത് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു കൊണ്ട് ഏറ്റവും മെച്ചമായുള്ള ശുശ്രൂഷ തൻ്റെ ഗുരുവിന് വേണ്ടി ചെയ്യുവാൻ പറ്റിയ സമയമാണെന്ന് മനസ്സിലാക്കി യേശു അവിടെ വിമർശനത്തിന് ഒന്നും വില കൊടുക്കാതെ വണ്ണം ആ ശുശ്രൂഷ ചെയ്തു എന്നാണ് യേശു പറയുന്നത്. ഈ സംഭവ സ്ഥലം എന്ന് പറയുന്നത് 2 സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. അതിൽ വലിയ ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല, സമയം പരിമിതി കണ്ടതാൽ. ജസ്റ്റ് നോട്ട് കുറിച്ച് വെച്ചാൽ മതി. ലൂക്കോസ് 7:36 മുതൽ 50 വരെ കാണുന്നതായ ആ സ്ത്രീ, അവിടെ മറിയ എന്ന് പേര് പറഞ്ഞിട്ടില്ല, ആ സ്ത്രീ, ആ സംഭവം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഈ മത്തായി 26:6 പറഞ്ഞിരിക്കുന്നത് കുഷ്ഠരോഗി ആയിരുന്ന ശിമോൻ എന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ കുഷ്ഠരോഗിയായ ശിമോൻ എന്നാണ്. ശിമോൻ കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചില്ലെങ്കിൽ അവിടെ വീട്ടിലൊന്നും ആൾക്കാരും പോകത്തില്ല. അപ്പോൾ സൗഖ്യം പ്രാപിച്ച ശിമോന്റെ വീട്ടിലാണ് ഈ സംഭവം നടന്നത്. മറിയ ചെയ്ത വലിയ ഭാരിച്ച ചിലവുള്ള ദൗത്യത്തെ, അതായത് 300 വെള്ളിക്കാശ് യേശു വ്യക്തിപരമായി അനുമോദിച്ചു. നാമും കർത്താവിന് വേണ്ടി ചെയ്യുന്നതായ സംഗതികളെ ദൈവം മാനിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഇവിടെ വെച്ചും അതിനുശേഷം അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്നതായ വേളയിൽ മറിയയ്ക്ക് യേശു നൽകിയ ഏറ്റവും വലിയ മാന്യത ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ തന്നാലാവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായിട്ട് എൻ്റെ ദേഹത്തിന് മുൻകൂട്ടി തൈലം തേച്ചു. 9-ാമത്തെ വാക്യത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വേളയിൽ ഈ 9-ാമത്തെ വാക്യം വീണ്ടും സഫലീകരിക്കുവാൻ തക്കടയായി. സുവിശേഷം ലോകത്തിലെങ്ങും പ്രസംഗിക്കുന്നിടത്തോളം എല്ലാം
മറിയ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുന്ന സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്തോ ഒരു വലിയ മാന്യത. നാം ചെറിയത് എന്ന് തോന്നുന്നതായ സംഗതികൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതായ വേളയിൽ കർത്താവ് അതിനെ ഏറ്റവും വലിയതായ നിലയിൽ പ്രസ്താവിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ കൊണ്ടിടയാകും. ഇനിയും നമുക്ക് വേറെ ഒരു 13-ാമത്തെ അധ്യായത്തിൽ വരുന്നതായ വേളയിൽ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വരുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ അവിടെ തനിക്കുള്ളവരെ എന്ന് പറഞ്ഞാൽ ബഹുവചനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവസാനത്തോളം സ്നേഹിച്ചു. അതിനെ ആക്ഷരികമായിട്ട് പരിഭാഷപ്പെടുത്താനായിരുന്നെങ്കിൽ ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ച അവൻ അവസാനം വരെ അവരെ സ്നേഹിച്ചു. അപ്പോൾ അത് കുറച്ചുകൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണത്. അവിടെ അവസാനം വരെ 12 ശിഷ്യന്മാരെയും യേശു അവസാനം വരെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നെ ഒറ്റുകൊടുക്കാനും പാരവെക്കാനുമായിട്ടിരിക്കുന്ന ആളിനോട് നിശ്ചയമായിട്ടും പകയൊന്നും ചെയ്യാനായിട്ട് പോകത്തില്ലെങ്കിൽ തന്നെ ഈ ഉള്ളില് അല്പം ഒരു സ്പർദ്ധ വെക്കാതിരിക്കത്തില്ല. എന്നാൽ യേശുവിന് ആ സ്വഭാവമല്ലായിരുന്നു. യേശു തന്നെ ഒറ്റുകൊടുക്കാൻ ഇരിക്കുന്ന വ്യക്തിയായിട്ട് പോലും അവസാനം വരെ സ്നേഹിച്ചു. ഓക്കെ, അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് പിതാവിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രമൂരി വെച്ച് ഒരു തുവർത്ത്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൂവാല എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന് തുണി കൊണ്ട് തൂർത്തുവാൻ തുടങ്ങി. ഇത് സാധാരണ വീട്ടിലെ ഏറ്റവും താണ അടിമ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരു വീട്ടിലെ അടിമയുണ്ടെങ്കിൽ ആ അടിമയ്ക്ക് മറ്റ് ശുശ്രൂഷകളൊന്നും ചെയ്യാൻ ഒക്കുകയില്ല എങ്കിൽ അവിടെ കടന്നു വരുന്ന ആളുകളുടെ കാലുകൾ കഴുകി അവരുടെ കാലുകൾ തുടയ്ക്കുക എന്നുള്ളതായ ദൗത്യം ഏറ്റെടുക്കും. അല്ല എങ്കിൽ ദീർഘകാലങ്ങൾ ജോലി ചെയ്ത് വാർദ്ധക്യത്തിലായിരുന്ന അടിമയെ ഗെറ്റ് റിഡ് ഓഫ് ചെയ്യാനായിട്ട്, വിട്ടുകളയാനായിട്ട് താല്പര്യമില്ലാത്ത യജമാൻ പറയും, നീ മറ്റൊന്നും ചെയ്യേണ്ട, നീ ഇവിടെ ഇരുന്ന് വരുന്ന ആളുകളുടെ കാല് കഴുകിയാൽ മതി. അപ്പോൾ സ്വർഗമഹിമ വിട്ട് താഴെ വന്നതായ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ തക്കണം ഉള്ളതായ വില്ലിങ്നെസ് ഉണ്ടായിരിക്കും. നമ്മളും അതേ താല്പര്യം ഉള്ളവരായിരിക്കണം. നമ്മളും അതേ താല്പര്യമുള്ളവർ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇത് പറഞ്ഞിട്ട് 21-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ഈ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സീൻ ഇവിടെ ഈ സംഭവം നടക്കുന്നത് പ്രധാനമായിട്ട് ഈ ഒരുക്കി വെച്ചിരുന്ന മാളികമുറിയിൽ ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിക്കുവാൻ തക്കവണ്ണം അവർ ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും, അഥവാ ഒറ്റുകൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് നമ്മൾ തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ, അതായത് യോഹന്നാൻ, യേശുവിൻ്റെ മാറോട് ചാരിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ചാരിക്കൊണ്ടിരുന്നു എന്ന് പറയുന്ന വേളയിൽ ഇവർ സാധാരണഗതിയിൽ ഒരു അല്പം റേസ്ഡ് ആയിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉള്ളതായ ഒരു സംഗതിയാണ് മേശ എന്ന് പറയുന്നത്. പിന്നീട് താഴെ അവർ ഈ ഒരു വലിയ കുഷൻ പോലെ ഉണ്ടാക്കി അതിൽ കൈ ഊന്നിയാണ് അവർ ഇരിക്കുന്നത്. അല്ലാതെ നമ്മുടെ കസേരയിലിരിക്കുന്ന ഒരു ചുറ്റുപാടല്ല ആ ഒരു നിലയിൽ നമ്മൾ ചിന്തിക്കരുത്. അപ്പോൾ ഈ മറ്റുള്ളതായ ശിഷ്യന്മാരും മറ്റും ഓപ്പോസിറ്റ് ഇരിക്കുന്ന പത്രോസും മറ്റും ഈ മേശയുടെ ഓപ്പോസിറ്റിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഒരു ചിന്ത, യേശുവിന് ഇടത് കൈയെന്നോ വലത് കൈയെന്നോ വലിയ വ്യത്യാസമൊന്നുമില്ല. യേശുവിൻ്റെ മാറോട് ചേർന്ന് ഒരു പക്ഷെങ്കിൽ യോഹന്നാന് ഇടതുവശത്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത് ആരെ കൊണ്ട് ഇത് ചോദിക്കാൻ, കൈ കൊണ്ട് അവനോട് ചോദിക്ക വാക്കുകളുമല്ല, യേശുവിൻ്റെ അടുത്ത് ചോദിക്കും, നീ അല്ലേ അടുത്തിരിക്കുന്നത്, ചോദിക്കാനാ പറയുന്നത്. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചേർന്ന്, കർത്താവെ ഇത് ആർ എന്ന് ചോദിച്ചു. ഇത് പരസ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യമല്ല, വളരെ രഹസ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. യോഹന്നാൻ വെളിപ്പെടുത്തിയതായ ഒരു സംഗതി, ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ കണ്ണമുക്കി ശിമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു.
ഈ അപ്പക്കണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും മാന്യനായ, ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി വളരെ റെസ്പെക്റ്റബിൾ ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ആ ഒരു പെസഹായ്ക്കുള്ളതായ ഒരു സോസ് ഉണ്ട്, അത് കയ്പുള്ളതായ സോസാണ്. ആ ആ ചാറിനകത്ത് ഈ അപ്പക്കണ്ണം മുക്കി അവന് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുന്ന വേളയിൽ നമ്മൾ ചിന്തിക്കരുത് ഈ അപ്പക്കണ്ണത്തിൽ കൂടെയാണ് പിശാച് ഇടപെട്ടതല്ല. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ കാര്യങ്ങൾ എന്താണെന്ന് അവിടെയുള്ള ശിഷ്യന്മാരാരും അറിഞ്ഞില്ല. ഈ കാര്യങ്ങളെല്ലാം വളരെ ഗോപ്യമായിട്ട് രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ അവൻ ഇന്നതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ പക്കലാകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് വാങ്ങുവാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ ആണ് യേശു അവനോട് കൽപ്പിച്ചത്, അല്ലെങ്കിൽ കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. ഇനി എൻ്റെ ചോദ്യം, ഏത് സന്ദർഭത്തിലാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ നടന്നത്? ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ രണ്ട് യൂദ ഇങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് തിരുവത്താഴ ശുശ്രൂഷ നടത്തുന്നത് എന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരോട് ഞാൻ ആ പ്രസംഗം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുള്ളതാണ്. എനിക്കപ്പം വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഈ ആൾക്കാർ ആര് പറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, എന്തു പറയുന്നു എന്നുള്ളത് ഞാൻ സസൂക്ഷ്മം ശോധന ചെയ്തതിന് ശേഷമേ ഒക്കത്തുള്ളൂ. ഞാൻ വളരെ നാളുകളായി ഇതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് ഞാനൊരു ഗ്രാജുവേറ്റ് സ്കൂളിൽ സെമിനാറിൽ പഠിച്ചിരുന്ന വേളയിൽ ഒരു പൊസിഷൻ പേപ്പർ എഴുതി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഓക്കെ, ചോദ്യം എന്ന് പറഞ്ഞാൽ യേശു തിരുവത്താഴം കൊടുത്തത് യൂദ പോയി കഴിഞ്ഞിട്ടാണോ അതോ അതിനു മുമ്പാണോ? മറ്റു ചില വാക്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കിയെങ്കിലും ഒക്കത്തുള്ളൂ. ഓക്കെ, ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 14 മുതൽ 22 വരെ വാക്യങ്ങൾ. ലൂക്കോസ് 22:14 മുതൽ, സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിലിരുന്നു. അവൻ അവരോട്, യേശു ശിഷ്യന്മാരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാനിത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ട് കൊള്ളുവിൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് എൻ്റെ ഓർഡർ ശ്രദ്ധിച്ചോണം. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി. ഇവിടെ ആദ്യം ഒരു പാനപാത്രത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അത് തിരുവത്താഴത്തിന്റെ പാനപാത്രമല്ല, അത് പെസഹായുടെ. അത് 2-3 പ്രാവശ്യം ഈ കപ്പ് നിന്ന് കുടിക്കുന്ന പതിവുണ്ട്. ഓക്കെ, പിന്നെ അപ്പം എടുത്ത് നുറുക്കി. ഇത് തിരുവത്താഴവുമായുള്ള ബന്ധമുള്ള സംഗതിയാണ്. പിന്നെ അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഓക്കെ, 20-ാമത്തെ വാക്യത്തിൽ ഔവണ്ണം തന്നെ. അപ്പൊ ആദ്യം അപ്പം, രണ്ടാമത് അത്താഴം എന്ന് പറഞ്ഞാൽ ബ്രെഡ് കഴിച്ചതിന് ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു. 21-ാമത്തെ വാക്യം നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് വെച്ചേക്കണം. ഈ ചോദിക്കുന്ന ആൾക്കാർ, എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട്. ഒരു വേദപണ്ഡിതനായ ഒരാള്, തിയോളജി ഡോക്ടറേറ്റ് എടുത്തുള്ള മനുഷ്യനൊക്കെ, അയാൾ മറ്റേ അഭിപ്രായക്കാരനാ. യോഹന പോയി കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, സാറേ, ഇവിടുത്തെ ഒരു സ്കോളറാണ് പുള്ളിക്കാരൊക്കെ പറഞ്ഞു, സാർ, this is what Luke's gospel says. How do you give answer to that? അയാളുടെ മറുപടി, this is what I believe. പറയുന്ന കാര്യങ്ങൾക്ക് ന്യായം പറയാനില്ല. ഞാൻ ഇതുപോലെ അവിശ്വസിക്കുന്നു. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 2 എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ്. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ, അതായത് യൂദായുടെ കൈ എൻ്റെ അരികെ മേശപ്പുറത്ത് ഇപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ മേശപ്പുറത്തുണ്ടെങ്കിൽ അവന് തിരുത്താൻ കൊടുക്കാതിരിക്കത്തില്ലല്ലോ. ഓക്കെ, നിർണയിച്ചിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്ന സത്യമെങ്കിലും എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അയ്യോ കഷ്ടം. ഇവർ ചോദിക്കുന്നത് യേശുവിനെ ഒറ്റ കൊടുത്ത യൂദായ്ക്ക് അങ്ങനെ തിരുത്താൻ കൊടുത്തതാണ്. എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് പത്രോസിന് അങ്ങനെ തിരുത്താൻ കൊടുക്കുന്നത്? ഇത്
നമ്മൾ ചിന്തിക്കേണ്ടതാണ്, യേശുവിന്റെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശുവിനെ ക്രൂശിൽ കരിക്കാൻ സന്ദർഭത്തിൽ ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെ തിരുത്താൻ കൊടുക്കുന്നത്? ഓക്കെ, ഈ ഭാഗം കൂടെ വേറെ ഒരാൾ വായിച്ചാണ്, ഞാൻ അതിനകത്ത് കാണിച്ചിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ആ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു. എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബി എന്ന് പറഞ്ഞതിന്, നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ ഇവിടെയും യൂദ വിളിക്കുന്ന യേശുവിനെ പേര് വിളിക്കുന്നുണ്ട് റബി എന്ന് മാത്രമാണ്, കർത്താവെ എന്നല്ല വിളിക്കുന്നത്. ഒരൊറ്റ സന്ദർഭത്തിൽ പോലും, ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഒറ്റ സന്ദർഭത്തിൽ പോലും യൂദ യേശുവിനെ കർത്താവെ എന്ന് വിളിച്ചിട്ടില്ല. അവനെ റബി അഥവാ ഗുരു എന്നുള്ള ലെവൽ മാത്രമേ കണ്ടുള്ളൂ. വായിച്ചാട്ടെ. ഞാനോ റബി എന്ന് പറഞ്ഞതിന്, നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു, വാഴ്ത്തു നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടി പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ ഈ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് പറയുന്നെന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് സംസാരിക്കുന്നവർ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാട്ടെ. താങ്ക് യു. അപ്പൊ ഇവിടെയും ഈ ഭാഗത്തും അവ്യക്തമല്ലാതെ അതായത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂദായിക്ക് കൊടുത്തതിന് ശേഷം അവിടെ നടക്കുന്ന സംഭാഷണം വളരെ രഹസ്യമായിട്ടാണ്. കാരണം പത്രോസിന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ യൂദ ആണെന്ന് പരസ്യമായിട്ട് അറിഞ്ഞായിരുന്നെങ്കിൽ ഉടനെ തന്നെ അവന്റെ ഈ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടിയതുപോലെ ഉള്ള ആ കത്തി കൊണ്ടാണ് നടക്കുന്നത്. എന്തെങ്കിലും ധീരകൃത്യങ്ങൾ അവനോട് ചെയ്തേനുമായിരുന്നു. അപ്പോൾ യേശു ഇതെല്ലാം ചെയ്യുന്നത് വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം യേശുവിൻ്റെ ശുശ്രൂഷകളെല്ലാം ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടതായ നിലയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വിസ്താരത്തിന് വേണ്ടി വിസ്തരിച്ചുള്ളതായ പറഞ്ഞതിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ, തന്നെ ഒറ്റിക്കൊടുക്കുന്നതായ യൂദ ആയിട്ട് പോലും അവനോടുള്ളതായ യേശുവിൻ്റെ സമീപനം വളരെ മാന്യതയുള്ളതായ നിലയിലാണ്, ദൈവികമായുള്ള നിലയിലാണ്. നമ്മുടെ ജീവിതത്തിലും ആ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ തക്കണം നമ്മൾക്കും കഴിഞ്ഞിരിക്കണം. നമ്മൾക്ക് എല്ലാവർക്കും ആ ലെവൽ കടന്നു വരുവാൻ ഇടയാകണം. ഈ യൂദായെക്കുറിച്ച് പറയുന്ന പഴയ നിയമത്തിലുള്ള ഒരു പ്രവചനം വാസ്തവമായിട്ട് നിവർത്തിക്കേണ്ടിയിരുന്ന് സങ്കീർത്തനം 41:9 ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത സ്നേഹിതന് കൊടുക്കുന്നതായ സംഗതിയാണ് ഈ അപ്പക്കണ്ണം ഈ ചാറിൽ മുക്കി അവന് കൊടുത്തത്. അതുകൊണ്ടാണ് മറ്റവർക്ക് ആർക്കും സംശയം തോന്നാഞ്ഞത്. കാരണം അവൻ യേശു യഥാർത്ഥത്തിൽ മശിഹായാണ് എന്നുള്ളതായ ഒരു ദർശനം, വെളിപ്പാട് യേശുവിനോട് കൂടെ നടന്നിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നീട് വ്യക്തിപരമായുള്ള ശുശ്രൂഷ, പിന്നീട് നമുക്കറിയാം 14, 15, 16, 17 ഇതെല്ലാം യേശുവിൻ്റെ പ്രാർത്ഥനകളും മറ്റും ആണ്. 18-ാം അധ്യായത്തിലേക്ക് വരുന്നതായ വേളയിൽ വ്യക്തിപരമായുള്ള ഒരു മിനിസ്ട്രി. ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്ത് ചെവി അറുത്ത് കളഞ്ഞു. ആ ദാസന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, മൽക്കോസ്. അത് യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഇനിമേൽ വാൾ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. വാള് ഇപ്പോൾ ഉപയോഗിക്കേണ്ടതായ സംഗതിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 28-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിട്ടില്ലാത്ത വേറെ സംഗതി പറഞ്ഞുകൊണ്ട് യേശു ഇത്രയ്ക്ക്
ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുത്, അത് പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് അവനെ സൗഖ്യമാക്കി. ഈ സന്ദർഭത്തിൽ പോലും മഹാപുരോഹിതൻ്റെ സേവകർ, പട്ടാളക്കാരൻ, ടെമ്പിൾ ഗാർഡ്സ്, അവൻ്റെ ചെവി യേശു അവിടെ തൊട്ട് സൗഖ്യമാക്കി. വ്യക്തിപരമായിട്ട് മൽക്കോസിന് നിശ്ചയമായിട്ടും അവന് പറയാനുള്ളത്, ഈ യേശു എൻ്റെ ചെവി തൊട്ടു, എനിക്ക് സൗഖ്യം വരുത്തി, ഇല്ലെങ്കിൽ ഞാൻ ഒരു ചെവിയുള്ളവനായിട്ട് നടക്കേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെയും 13ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, യേശു വ്യക്തിപരമായിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സന്ദർഭത്തിലായി ആണെങ്കിൽ വ്യക്തിപരമായിട്ട് താൻ തൊട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് 20ാമത്തെ അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം മഗ്ദലക്കാരത്തെ മറിയയ്ക്ക് വ്യക്തിപരമായി പ്രത്യക്ഷനായി അവളെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് 11 മുതൽ, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞു കൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും, ഇത് യോഹന്നാൻ കൊടുത്ത വെളിപ്പാടാണ്, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ഇത് സമാഗമന കൂടാരത്തിൻ്റെ അടുത്ത് സാക്ഷ്യപെട്ടകത്തിൻ്റെ മുകളിലുള്ളതായ 2 കെരൂബുകൾ ഉണ്ടല്ലോ, കെരൂബുകൾ കൊണ്ട് പണിത ആ ദൂതന്മാരുടെ ഈ സാക്ഷ്യപെട്ടകം എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ തെളിയിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ശിഷ്യന്മാർ ഒരുത്തൻ കാൽക്കലും ഒരുത്തൻ പാദപീഠത്തിലും അവിടെ ഇരുന്നത്. അവർ അവനോട്, സ്ത്രീയെ, അവർ എന്ന് പറഞ്ഞാൽ ഈ ദൂതന്മാര്, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇതിൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടോളാണ്, ഞാൻ എൻ്റെ വിസ്താരത്തിലേക്ക് പോകുന്നില്ല. ഇത് പറഞ്ഞിട്ട് അവൾ യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് ആരെ തിരിയുന്നു? 2 ചോദ്യമാണ് എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചു. പ്രയാസത്തിന്റെ അടുക്കൽ വരുന്നതായ വേളയിൽ യേശുവിനെ തോട്ടക്കാരൻ എന്ന് ചിന്തിക്കുന്ന ഒരു അസംഷൻ, നമ്മൾ പ്രയാസത്തിന്റെ വേളയിൽ യേശുവിനെ യേശുവായിട്ട് കാണുവാൻ കൊണ്ട് നമുക്ക് കഴിഞ്ഞിരിക്കണം. ശിഷ്യന്മാർക്ക് യേശു കടൽമേൽ വരുന്നതായ വേളയിൽ യേശു ഭൂതമാണെന്ന് നിരൂപിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇക്കാലയളവിൽ ഒരുപാട് ആൾക്കാരും ഭൂതത്തെ കണ്ട് യേശുവാണെന്ന് നിരൂപിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മറിയ തോട്ടക്കാരനാണെന്ന് നിരൂപിച്ചു. അവൾ, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. യേശു പൂർണ്ണ ആരോഗ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 200, ഇവിടുത്തെ കണക്കനുസരിച്ച് ചോദിച്ചാൽ 200-200 രൂപ ഉണ്ടെങ്കിൽ തൂക്കം കാണും. മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ 100 റാത്തൽ തൈലത്തോളം തന്നെ പുരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉള്ള റാപ്പ് എല്ലാം കൂടെ, അതിൻ്റെ ചുറ്റുമുള്ളതായ ആ പൊതിയൽ ശുശ്രൂഷകളെല്ലാം അതോടൊപ്പം തന്നെ ഏകദേശം 300-320 പൗണ്ടെങ്കിലും തൂക്കം കാണും. ഈ മറിയ കൂടിപ്പോയാൽ 100 പൗണ്ട് തൂക്കത്തിൽ കൂടുതൽ കാണത്തില്ല. അവളെങ്ങനെ ഈ യേശുവിനെ എടുത്തുകൊണ്ട് പോകുന്നത്? യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അപ്പൊ അവൾക്കറിയാവുന്ന ഒരു പേരാണ് മറിയേ. യേശു മറിയേ എന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേക നിലയിലാണ്. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. അത് യോഹന്നാന്റെ എഡിറ്റോറിയൽ നോട്ടാണ്. യേശു അവളോട്, എന്നെ തുടരുത്. ഈ തുടരുത് എന്നുള്ളതായ ഭാഗം ഒരുപാട് വിവാദങ്ങൾ ഉള്ള ചില വിവാദങ്ങളുള്ളതാണ്. ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ പിതാവും ദൈവമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നെന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർക്ക് അറിയിച്ചു. ഇതിന്റെ വിവാദം എന്ന് പറഞ്ഞാൽ, യേശുവിനെ തുടരുത് എന്നുള്ളതിന് 2 അർത്ഥമുണ്ട്. ന്യൂ കിംഗ് ജെയിംസ് വേർഷനിൽ ഡു നോട്ട് സ്റ്റോപ്പ് ക്ലിങ്ങിങ് ഓൺ മീ, എന്നെ പിടിച്ച് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തരുന്നതാണ്. യേശുവിനെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമായി പോകും. യേശുവിനെ നേരത്തെ കുഷ്ഠരോഗികൾ തൊട്ടിട്ട് അശുദ്ധമായില്ലല്ലോ. യേശു മരിച്ച വ്യക്തിയുടെ മഞ്ചം തൊട്ടിട്ട് യേശുവിന് അശുദ്ധി വന്നില്ലല്ലോ. പിന്നെ അങ്ങനെ ഇപ്പോഴും യേശുവിന് അങ്ങനെ അശുദ്ധി ഉണ്ടാകുന്നത്? ഈ പ്രസംഗിക്കുന്ന ആളുകൾക്ക് എന്തും പൊടിപ്പും തൊങ്ങലും കയറി പറയാനായിട്ട് സാധിക്കും. പിന്നെ യേശു പോയ വഴിക്ക് മറ്റുള്ള പഴയ നിയമത്തിലുള്ളതായ മരിച്ചു കിടന്ന വിശുദ്ധന്മാരെ കൊണ്ട് പോയ വഴിക്ക് അവിടെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്നും ഇവിടെങ്ങും പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അത് ആവശ്യമില്ലാത്തതായ വ്യാഖ്യാനം കൂട്ടിച്ചേർത്ത് പറയുന്നതായ സംഗതിയാണ്. ഇപ്പൊ ഇവിടെ തുടരുത് എന്ന് പറയുന്നതായ വേളയിൽ പറയുന്നത്, എനിക്ക് ഒരു ദൗത്യമുണ്ട്, അത് നിവർത്തിക്കേണ്ടത് ആവശ്യമുണ്ട്.
പെട്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് കൂടെ അവസാനിപ്പിക്കണം താല്പര്യമുണ്ട്. ഈ മഗ്ദലക്കാരത്തി മറിയ ചെയ്തതായ യേശുവിൻ്റെ അടുക്കൽ ചെന്നത് തന്നെ യേശു നേരത്തെ പറഞ്ഞിട്ടുള്ളതായ വചനങ്ങൾ വിശ്വസിക്കാതിരുന്ന കാരണത്താലാണ്. ആ ഭാഗം കൂടെ വായിച്ച് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കണം താല്പര്യമുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളെ ഉള്ളൂ ഇനി അവശേഷിക്കുന്നുള്ളൂ. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ, ഇവിടെ കല്ലറയ്ക്ക് ചെന്ന് ഉള്ളതിന് ശേഷം ദൂതന്മാരുടെ അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച്, ഇത് ലൂക്കോസ് സുവിശേഷത്തിലുള്ളതായ വിശദീകരണമാണ്. 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചിരിക്കുമ്പോൾ അവരോട് ദൂതന്മാർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്. ഇതൊരു വലിയ സീരിയസ് ആയിട്ട് ചോദ്യമാണ്. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അവൻ ഇവിടെ ഇല്ല. സംസാരത്തിന്റെ രീതി വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകൊണ്ടാണ് ഞാൻ ആ സീരിയസ്നെസ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നേരത്തെ അവൻ നിങ്ങളോട് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് നിങ്ങൾ ഓർത്തായിരുന്നെങ്കിൽ നിങ്ങളിവിടെ വരത്തില്ലായിരുന്നു. അതൊരു അവരുടെ ഒരു റെബ്യൂക്കാണ്, ഒരു ഭത്സനമാണ്. മുമ്പേ ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച്, അവിടെ കയ്യിൽ നിന്നുള്ള ഞാൻ ടൈപ്പ് ചെയ്യാൻ മറന്നുപോയി, ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നേരത്തെ ശ്രദ്ധിക്കാത്ത കാരണത്താലാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അവർ അവന്റെ വാക്ക് ഓർത്തു. അപ്പോൾ അവിടെ ശിഷ്യന്മാരും ഈ യേശു നേരത്തെ പഠിപ്പിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർത്തത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ ശേഷമാണ്. യേശുവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ലാസറിന്റെ സഹോദരിയായ മറിയയാണ്. മറ്റുള്ള ഈ മഗ്ദലക്കാരത്തി മറിയയും മറ്റും ശിഷ്യന്മാരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലും അവർക്കും നേരത്തെ അറിയത്തില്ലായിരുന്നു യേശു മരിക്കുമെന്ന്. ഈ യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് ഈ യേശുവിനെ എടുത്തുകൊണ്ട് പോകേണ്ടതായ കാര്യമല്ലല്ലോ. അപ്പോൾ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകാൻ തക്കൊണ്ട് കഴിയില്ല. നമ്മൾ 2 കാലയളവിൽ നമുക്ക് വിറ്റ്നസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, ഈസ്റ്ററിന്റെ കാലയളവുകളിൽ കഷ്ടാനുഭവ ആഴ്ചയുടെ സന്ദർഭങ്ങൾ ആളുകളോട് പറയാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ നമ്മുടെ പഠനത്തിന് ആ സന്ദർഭത്തിൽ ആവശ്യമാണ്. 2, ക്രിസ്തുമസിന്റെ കാലയളവിൽ, അത് പിന്നെ വേറെ സമയത്ത് ഞാൻ പറയാം. നമുക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ, സുവിശേഷം പറയുവാൻ തക്കോണം പറ്റിയതായ സന്ദർഭമാണ്. ഇനി ഇതിൻ്റെ 2 പോയിന്റുകളുണ്ട്. അത് പറഞ്ഞിട്ട് ശേഷം വീണ്ടും അടുത്ത വേറൊരു സെഷനിലേക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇതിനെ തുടർന്ന് നമ്മൾ പഠിക്കാൻ തക്കോടെയാകും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിൻ്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. അവസാനമായി കർത്താവിൻ്റെ ദാസൻ അനിൽ അലക്സാണ്ടർ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമോ? അനിൽ അലക്സാണ്ടർ പ്ലീസ് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുമോ? ഇല്ല. സിസ്റ്റർ പൊന്നമ്മ എന്നാ പ്രാർത്ഥിച്ചാട്ടെ. സിസ്റ്റർ പൊന്നമ്മ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമേ, പരിശുദ്ധനായ സ്വർഗ്ഗീയ പിതാവേ, സ്തോത്രം. അനുഗ്രഹമേറിയ കർത്താവേ, നല്ല നിമിഷത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് കർത്താവേ നിന്റെ പാദപെടുത്തെങ്കിൽ ഇരുന്നുകൊണ്ട് കർത്താവേ നിന്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയത് ഓർത്ത് സ്തുതിക്കുന്നു. വചനം കർത്താവെ പഠിപ്പിക്കുവാൻ ദൈവത്തിന്റെ ദാസനെ ദൈവപ്പെടുത്ത അഭിഷേകത്താൽ നിറച്ചതിനായ സ്തോത്രം. കേട്ട വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അത് സംഹരിപ്പാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം കർത്താവെ. പിന്നെ ഞങ്ങളുടെ സാർമാരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ആമേൻ. ഈ പ്രവർത്തനങ്ങൾ കർത്താവെ വളരെ അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇന്നുവരെ സഹായിച്ചുകൊണ്ടിരുന്നു. പിന്നെയും കർത്താവെ ഇതിന്റെ ഹല്ലേലൂയ വിശാലതയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇനി കൂടി കാണുമ്പോൾ ദൈവകൃപയിൽ എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. സ്തോത്രം. നിന്റെ പാദപീഠത്തിന്റെ സകല പ്രാർത്ഥന വിഷയങ്ങളും ദൈവസന്നിധി വയ്ക്കുന്നു. ആമേൻ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ
ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ പൊന്നമ്മ. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടൊപ്പം ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. രാത്രി ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും കാണാം. ദൈവം സഹായിക്കട്ടെ. നാളെ മാത്യു പി തോമസ് ക്ലാസ് എടുക്കുന്നു. എല്ലാവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും